നമസ്കാരം. വിക്രമാദിത്യൻ കഥകൾ നമ്മൾ തുറന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ തവണ പത്മാവതി എന്ന രാജകുമാരിയുടെ കഥയാണ് നമ്മൾ കേട്ടത്. ആ കഥയിലെ ചോദ്യത്തിന് കറക്റ്റായിട്ടുള്ള ഉത്തരം പറഞ്ഞതിന്റെ ഫലമായിട്ട് വേതാളം വിക്രമാദിത്യനുമായിട്ടുള്ള കരാർ ലംഘിച്ചു എന്ന് പരാതിപ്പെട്ടുകൊണ്ട് വിക്രമാദിത്യന്റെ തോളിൽ നിന്ന് രക്ഷപ്പെട്ട് വീണ്ടും ആ പഴയ മുരുക്ക് മരത്തിന്റെ മുകളിൽ കയറി തല കീഴായി തൂങ്ങിക്കിടന്നു. വിക്രമാദിത്യൻ വിട്ടില്ല. പുറകെ ചെന്ന് വീണ്ടും ആ മുരുക്കുമരത്തിന്റെ മുകളിൽ വലിഞ്ഞു കയറി വേതാളത്തെ പിടിച്ചു കെട്ടി വരിഞ്ഞു കെട്ടി തന്റെ തോളിൽ ചുവന്നുകൊണ്ട് വീണ്ടും ആ ശ്മശാന ഭൂവിലേക്ക് യാത്രയായി. വിക്രമാദിത്യന്റെ ഈ പരാക്രമം കണ്ടപ്പോ വേതാളം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, രാജൻ, അങ്ങയുടെ ഈ പ്രവൃത്തി വളരെ അസാമാന്യമായിട്ടുള്ള ധൈര്യം വേണ്ടതും മടുപ്പിക്കുന്നതാണ്. എന്നാലും ഞാൻ വീണ്ടും ഈ മടുപ്പും മറ്റൊക്കെ മാറാനായിട്ട് ഒരു കഥ പറയാം, അങ്ങ് ശ്രദ്ധിച്ച് കേൾക്കണം. അങ്ങനെ വിക്രമാദിത്യനോട് വേതാളം അടുത്ത കഥ പറയാൻ തുടങ്ങി. കഥ നമുക്ക് കേട്ടു നോക്കാം. ഇതാണ് കഥ. പണ്ട് യമുനാ നദിയുടെ തീരത്ത് ധർമ്മസ്ഥല എന്നൊരു പ്രദേശം ഉണ്ടായിരുന്നു. അവിടെ കേശവൻ എന്നു പേരുള്ള ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠൻ താമസിച്ചിരുന്നു. അദ്ദേഹത്തിന് അതിസുന്ദരിയായ ഒരു മകളുണ്ടായിരുന്നു. മധുമാവതി എന്നാണ് അവളുടെ പേര്. യമുന നദിയുടെ തീരത്തുള്ള ആ പ്രദേശത്തെ മറ്റ് ഗ്രാമങ്ങളിൽ പോയി ബ്രാഹ്മണ വൃത്തികൾ ചെയ്തുകൊണ്ടാണ് അദ്ദേഹം കാലം കഴിച്ചിരുന്നത്. മകൾ വളർന്നു വലുതായി. ബ്രാഹ്മണ കുടുംബങ്ങളിലെ ആചാരപ്രകാരം അവളെ അനുരൂപനായ ഒരു വരന് വിവാഹം ചെയ്തു കൊടുക്കണം എന്ന ആഗ്രഹത്തോടെയാണ് കേശവനും അദ്ദേഹത്തിന്റെ ഭാര്യയും അവളുടെ ഒരേ ഒരു സഹോദരനും കാലം കഴിച്ചു കൂട്ടിയിരുന്നത്. ഒരിക്കൽ കേശവൻ ബ്രാഹ്മണ കർമ്മങ്ങൾക്ക് വേണ്ടിയിട്ട് മറ്റൊരു ഗ്രാമത്തിലേക്ക് യാത്രയായി. മധുമാവതിയുടെ സഹോദരനാകട്ടെ വിദ്യാഭ്യാസ ആവശ്യത്തിനായി മറ്റൊരു സ്ഥലത്തേക്കും യാത്രയായി. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോ ആ വീട്ടിലേക്ക് ഒരു സുന്ദരനായ ഒരു ബ്രാഹ്മണ യുവാവ് കടന്നു വന്നു. അയാളുടെ പേര് വിക്രമൻ. വിക്രമന്റെ സൗന്ദര്യവും വിനയവും സംഭാഷണ ചാരുതയും എല്ലാം കണ്ട മധുമാവതിയുടെ അമ്മയ്ക്ക് അയാളെ നന്നായി ബോധിച്ചു. തന്റെ മകൾക്ക് അനുരൂപനായ ഒരു വരനായിരിക്കും ഈ വിക്രമനെന്ന് ആ അമ്മയ്ക്ക് തോന്നി. മാത്രമല്ല, തന്റെ ഭർത്താവിനോടോ മകനോടോ ആലോചിക്കുന്നതിന് മുമ്പ് തന്നെ വിക്രമന് തന്റെ മകൾ മധുമാവതിയെ വിവാഹം ചെയ്തു കൊടുക്കാം എന്ന ഒരു വാക്കും മധുമാവതിയുടെ അമ്മ കൊടുത്തു. എന്നാൽ ഇതേ സമയം തന്നെ മറ്റൊരു രസകരമായ സംഭവം ഉണ്ടായി. കേശവൻ തന്റെ ആചാരങ്ങൾ അനുഷ്ഠിക്കാനായി ചെന്ന ഗ്രാമത്തിൽ വച്ച് പരിചയപ്പെട്ട മറ്റൊരു യുവാവിനോട് ഇതേ കാര്യം തന്നെ വാഗ്ദാനം നൽകുകയുണ്ടായി. അയാളുടെ പേര് വാമനൻ. വാമനനോട് കേശവൻ പറഞ്ഞു, തന്റെ മകളെ വാമനന് വിവാഹം ചെയ്തു കൊടുക്കാം. കാരണം വാമനന്റെ സൽഗുണ സമ്പന്നനായിട്ടുള്ള ആ യുവാവിന്റെ പെരുമാറ്റത്തിലും പാണ്ഡിത്യത്തിലും സമ്പത്തിലും ഒക്കെ സമ്പത്തിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് കേശവൻ അങ്ങനെ ഒരു വാഗ്ദാനം നൽകിയത്. മറ്റൊരു വിചിത്ര സംഭവം എന്താണെന്ന് അറിയാമോ? മധുമാവതിയുടെ സഹോദരൻ വിദ്യാഭ്യാസ ആവശ്യത്തിനായി മറ്റൊരു ഗ്രാമത്തിലേക്ക് പോയിരിക്കുകയാണെന്ന് പറഞ്ഞല്ലോ. അവിടെ തന്റെ കൂടെ തന്റെ സതീർത്ഥ്യനായ മറ്റൊരു ബ്രാഹ്മണ യുവാവിന്, അയാളുടെ പേര് മധുസൂദനന് തന്റെ സഹോദരിയെ വിവാഹം ചെയ്തു കൊടുക്കാം എന്ന വാഗ്ദാനവും നൽകി. കേക്കണേ പൂരം. രണ്ടുപേരും തിരികെ തങ്ങളുടെ വീട്ടിലേക്ക് വന്നപ്പോ ഈ രണ്ട് യുവാക്കളും അവരുടെ കൂടെ ഉണ്ടായിരുന്നു. കേശവന്റെ കൂടെ വാമനനും സഹോദരന്റെ കൂടെ മധുസൂദനനും. നേരത്തെ തന്നെ അവിടെ വന്നിരുന്ന വിക്രമനം എന്ന യുവാവും ഈ സമയം തന്നെ അവിടെ എത്തി. ഒരേ ഒരു യുവതി അവളെ വിവാഹം ചെയ്യാനായി
3 ഭൈമീ കാമുകന്മാരും. അച്ഛനും അമ്മയും സഹോദരനും വിഷമത്തിലായി. ആരുടെ വാഗ്ദാനമാണ് പാലിക്കപ്പെടേണ്ടത്? ആർക്ക് അവളെ വിവാഹം ചെയ്തു കൊടുക്കും? 3 പേരും മധുമാവതിക്ക് അനുകൂലമായിട്ടുള്ള, എന്തുകൊണ്ട് യോജിക്കുന്ന വരന്മാര് തന്നെയാണ്, ഒരു സംശയമില്ല. പക്ഷേ 3 പേർക്കും കൂടി അവളെ വിവാഹം ചെയ്യാൻ പറ്റില്ലല്ലോ. കാര്യങ്ങൾ കുഴപ്പത്തിലായി. ഈ 3 യുവാക്കളും തങ്ങൾക്കാണ് അവകാശം, ഞങ്ങളോടാണ് വാഗ്ദാനം നൽകിയിരുന്നതെന്ന് വാക്ക് തർക്കത്തിൽ ഏർപ്പെട്ടു. കേശവനും കുടുംബവും ആകെ വിഷമത്തിലായി. ബ്രാഹ്മണ യുവാക്കൾ വിട്ടുകൊടുത്തില്ല. ഒരാൾ പറഞ്ഞു, ഞാൻ വാഗ്ദാന ലംഘനം, വിശ്വാസവഞ്ചന തുടങ്ങിയ കാര്യങ്ങൾ കാണിച്ച് നിങ്ങൾക്കെതിരെ രാജാവിന്റെ അടുത്ത് പരാതി നൽകും, നിങ്ങളെ കുടുംബത്തോടെ ശിക്ഷിക്കും. മറ്റൊരാൾ കുറച്ചുകൂടി കടത്തി പറഞ്ഞു, ഈ വീടിനെ തന്നെ അങ്ങനെ തീ വെച്ച് കളയും. മറ്റൊരാൾ പറഞ്ഞത്, നാട്ടുകാരെ മുഴുവൻ വിളിച്ചുകൂട്ടി നിങ്ങളെ അപമാനിക്കും. ഇതൊക്കെ, ഈ വാർത്തകളൊക്കെ ആ ഗ്രാമത്തിൽ പരന്നു. ആൾക്കാര്, പ്രത്യേകിച്ച് അസൂയാലുക്കളായിട്ടുള്ള കുറെ ആൾക്കാർ ചുറ്റുകൊണ്ടായിരിക്കുമല്ലോ, അവര് ഇവരെ കളിയാക്കാനും കൊള്ളിവാക്ക് പറയാനും തുടങ്ങി. കേശവനും കുടുംബവും ആകെ വിഷമിച്ചു. ദുഃഖാർത്ഥരായി അവരവരുടെ ദിവസങ്ങൾ തള്ളി നീക്കി. ഈ സമയത്ത് മധുമാവതിയുടെ കാര്യം പറയാനില്ലല്ലോ. തന്നെ പ്രതി തന്റെ കുടുംബം, തന്റെ പ്രിയപ്പെട്ട പിതാവും സഹോദരനും അമ്മയും അനുഭവിക്കുന്ന വിഷമത്തെക്കുറിച്ച് ആലോചിച്ചിട്ട് മധുമാവതിക്ക് ഉറക്കം പോലും നഷ്ടപ്പെട്ടു. പാവം, അവള് എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് ഒരു കഠിനമായ തീരുമാനം എടുത്തു. ഒരു ദിവസം എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയത്ത്, ആ ഗ്രാമം മുഴുവനും സുഷുപ്തിയിൽ ആണ്ട് കിടക്കുന്ന ഒരു സമയത്ത്, അവൾ ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. കുറച്ചകലെ കൂലം കുത്തി പാഞ്ഞൊഴുകുന്ന നദിയായിരുന്നു അവളുടെ ലക്ഷ്യം. ആ നദീതീരത്തെത്തിയതിനു ശേഷം സകല ദൈവങ്ങളെയും മനസ്സ് പ്രാർത്ഥിച്ചുകൊണ്ട് തൻ്റെ മാതാപിതാക്കന്മാരോട് ക്ഷമാപണം നടത്തിക്കൊണ്ട് അവൾ ആ കലങ്ങി മറിഞ്ഞൊഴുകുന്ന പുഴയിലേക്ക് എടുത്തു ചാടി. കുറച്ച് സമയങ്ങൾക്ക് ശേഷം പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ ആ പുഴയുടെ ഒഴുക്കിനനുസരിച്ച് നീങ്ങി വന്നൊരു മൃതദേഹം അവിടെയുള്ള വള്ളിപ്പിടർപ്പുകൾക്കിടയിൽ തടഞ്ഞു കിടക്കുന്നതായി രാജകിങ്കരന്മാർ കണ്ടെത്തി. അവരാ മൃതദേഹം നദിയിൽ നിന്ന് പുറത്തെടുത്തു. പരിശോധനകളെല്ലാം കഴിഞ്ഞപ്പോൾ ആരുടെ മൃതശരീരമാണെന്ന് മനസ്സിലായി. കേശവന്റെയും കുടുംബത്തിന്റെയും അവസ്ഥ ഒന്ന് ആലോചിക്കേണ്ട ആവശ്യമില്ലല്ലോ. അവരെല്ലാം ദുഃഖാർത്തരായി മാറത്തടിച്ച് നിലവിളിക്കാൻ തുടങ്ങി. അധികം വൈകാതെ തന്നെ ദുർമരണം സംഭവിച്ച ആ കന്യകയുടെ ശവദാഹം നടക്കപ്പെട്ടു. തൊട്ടടുത്തുള്ള ഒരു ശ്മശാന ഭൂവിൽ ഈ ലോകത്തിലെ എല്ലാ സങ്കടങ്ങളിൽ നിന്നും മുക്തി നേടിക്കൊണ്ട് ആ പാവം ബ്രാഹ്മണ കന്യക എരിഞ്ഞടങ്ങി. ഈ സംഭവം ആ മറ്റ് 3 ബ്രാഹ്മണ യുവാക്കളുടെയും കണ്ണു തുറപ്പിച്ചു. തങ്ങൾ കൂടി അവളുടെ മരണത്തിന് ഉത്തരവാദിയാണ് എന്ന ചിന്ത 3 പേരുടെയും മനസ്സിലെ വൈരാഗ്യവും ദേഷ്യവും മറ്റ് വികാരങ്ങളെയൊക്കെ അടക്കി. അവർ 3 പേരും ദുഃഖാർത്തരായി. 3 പേരും ആ ശ്മശാന ഭൂവില് ആ യുവതിയുടെ ചിതയ്ക്ക് ചുറ്റുമിരുന്ന് കണ്ണുനീർ വാർക്കാൻ തുടങ്ങി. തങ്ങൾ ചെയ്ത തെറ്റുകൊണ്ടാണ് ആ യുവതിയുടെ മരണമുണ്ടായത് എന്ന ചിന്ത അവരുടെ മനസ്സിനെ ആകെ ഉലച്ചു കളഞ്ഞു. 3-4 ദിവസം കഴിഞ്ഞപ്പോ ആ ത്രിവിക്രമൻ എരിഞ്ഞടങ്ങിയ ആ ചിതയിൽ നിന്ന് കരിഞ്ഞ എല്ലുകളെല്ലാം പെറുക്കിയെടുത്ത് ഒരു ഭാണ്ഡത്തിലാക്കി തീർത്ഥാടനത്തിന് പുറപ്പെട്ടു. വാമനൻ ആ ചിതാഭസ്മം എല്ലാം ഒരു കുടത്തിലാക്കി ആ ശ്മശാന ഭൂവിനോട് ചേർന്ന് തന്നെ ഒരു കുടില് കെട്ടി അവിടെ തന്നെ താമസമാക്കി. 3-ാമൻ മധുസൂദനൻ പശ്ചാത്താപ വിവശനായി ദേശാടനത്തിന് പുറപ്പെട്ടു. മധുസൂദനൻ അങ്ങനെ പല രാജ്യങ്ങളിലും പല പ്രദേശങ്ങളിലും കറങ്ങി നടന്ന് ഒരു ഗ്രാമത്തിലെത്തി. ഒരു ഭിക്ഷാന്തേഹിയെ പോലെ അലഞ്ഞു നടക്കുന്ന അയാൾ ഒരു ബ്രാഹ്മണ ഗൃഹത്തിലാണ് ഒരു ദിവസം ചെന്നെത്തിയത്. വിശപ്പടക്കാൻ എന്തെങ്കിലും കഴിക്കാൻ തരാമോ എന്ന് ചോദിച്ചപ്പോ ആ ഗൃഹനാഥൻ അയാളെ ആചാരപൂർവം അകത്തേക്ക് വിളിച്ചുകൊണ്ടുപോയി. അവർക്കുള്ള ഭക്ഷണം തയ്യാറാക്കിക്കൊണ്ട് അയാളുടെ ഭാര്യ അവരെ ഭക്ഷണം കഴിക്കാനായിട്ട് വിളിച്ചിരുത്തി.
ഒരു പായയൊക്കെ വിരിച്ച് അതിന് മുമ്പിൽ പാത്രങ്ങളൊക്കെ വെച്ച് തൊട്ടപ്പുറത്തുള്ള അടുപ്പിൽ നിന്ന് ചൂടോടുകൂടിയുള്ള ഭക്ഷണം വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് അവരുടെ കൊച്ചുമകൻ, ഒരു 3-4 വയസ്സ് പ്രായമുള്ള ഒരു കൊച്ചു ആൺകുട്ടി ഓടി വന്ന് അമ്മയുടെ ചേലത്തുമ്പിൽ പിടിച്ചു വലിച്ച് എന്തോ കാര്യത്തിന് നിർബന്ധിക്കാൻ തുടങ്ങി. അതിഥിയെ സൽക്കരിക്കുന്ന ആ വ്യാപ്തിയിൽ അതിന്റെ ആ കർമ്മത്തിൽ ഏർപ്പെട്ടിരുന്ന അമ്മയ്ക്ക് കുട്ടിയുടെ പ്രവൃത്തി ഇഷ്ടപ്പെട്ടില്ല. അവൾ എന്ത് ചെയ്തു? ആ മകനെ മാറ്റി നിർത്താൻ വേണ്ടി ഇടത്തെ കൈകൊണ്ട് ഒരു തള്ളു വെച്ചു കൊടുത്തു. പാവം കുട്ടി അവന്റെ ബാലൻസ് തെറ്റിയിട്ട് അപ്പുറത്തെ എരിഞ്ഞുകൊണ്ടിരുന്ന അടുപ്പിലേക്കാണ് ആ കുട്ടി മറിഞ്ഞു വീണത്. എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നതിന് മുമ്പ് തന്നെ ആ കുട്ടിയുടെ ദേഹത്ത് തീ ആളിപ്പടർന്നു. അല്പനിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ആ കുഞ്ഞ് ആ തീയിൽപ്പെട്ട് വെന്ത് മരിക്കുകയും ചെയ്തു. ഭയാനകമായ ഈ സംഭവം എല്ലാവരും ഒരു നിമിഷം ഞെട്ടിത്തെരിച്ചുപോയി. തന്റെ പ്രവൃത്തി എങ്ങനെയാണ് ഫലം വന്നത് എന്ന് അറിഞ്ഞ അമ്മ വാവിട്ട് നിലവിളിക്കാൻ തുടങ്ങി. എൻ്റെ പൊന്നു മോനെ, നിനക്ക് എന്താ പറ്റിയതെന്ന് ആലോചിച്ചുകൊണ്ട് അലറിക്കരഞ്ഞുകൊണ്ട് അവരാ വെണ്ണീറായ കുട്ടിയുടെ മൃതദേഹത്തിൽ അലമുറയിട്ട് കരയാൻ തുടങ്ങി. പക്ഷെ ഇതൊക്കെ സംഭവിച്ചപ്പോഴും ഗൃഹനാഥൻ ഒരക്ഷരം മിണ്ടാതെ അദ്ദേഹത്തിന്റെ ഭക്ഷണം കഴിക്കുന്ന പ്രവൃത്തി തുറന്നുകൊണ്ടിരുന്നു. ഭിക്ഷാന്തേഹിയായി അവിടെ എത്തിയ മധുസൂദൻ ഇതൊക്കെ കണ്ട് അത്ഭുതപ്പെട്ട് അതേസമയം പരിഭ്രമവും ദേഷ്യവും കൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയം അമ്മ വിളിച്ചു ചോദിച്ചു, നിങ്ങൾ എന്താണ് ഇപ്പോഴും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കണേ? നമ്മുടെ മകന് പറ്റിയൊരു ആപത്ത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? അവൻ ദാ വെണ്ണീറായിരിക്കുന്നു. നിങ്ങൾക്ക് ഇപ്പോഴും ഭക്ഷണം കഴിക്കാനാണോ തിരക്ക്? നിങ്ങൾക്കൊരു ഹൃദയം എന്നൊരു സാധനമില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ആ കുഞ്ഞിന്റെ അമ്മ തന്റെ ഭർത്താവിനെയും ദേഷ്യപ്പെടാൻ തുടങ്ങി. ഈ സമയത്ത് അയാൾ പറഞ്ഞു, എനിക്ക് ഹൃദയമൊക്കെ ഉണ്ട്, ഞാൻ എന്തിനാ സങ്കടപ്പെടുന്നത്? നീയല്ലേ ആ കുഞ്ഞിനെ തീയിലേക്ക് തള്ളിയിട്ടത്? അവന്റെ വെന്തുള്ള മരണത്തിന് കാരണവും നീ തന്നെയല്ലേ? അപ്പൊ നീ സങ്കടപ്പെട്ടാ മതി, ഞാൻ സങ്കടപ്പെടാൻ കണ്ടിട്ടില്ല. ഇത് കേട്ടപ്പോ മധുസൂദനൻ ചാടി എഴുന്നേറ്റു. അദ്ദേഹം വേഗം പോയി കൈ കഴുകി. അപ്പോ ആതിഥേയൻ ചോദിച്ചു, എന്ത് പറ്റി? അങ്ങ് എന്താ ഭക്ഷണം പകുതി വെച്ച് നിർത്തിയിട്ട് എഴുന്നേറ്റ് പോയത്? ഇവിടുത്തെ ഭക്ഷണം സ്വാദ് പിടിക്കാത്തതുകൊണ്ടാണോ? എന്ത് സംഭവിച്ചു? അക്ഷോഭ്യനായിട്ടുള്ള അദ്ദേഹത്തിന്റെ മറുപടി കേട്ടപ്പോ മധുസൂദനൻ ഒന്നുകൂടി ദേഷ്യം വരെ ചെയ്തത്. നിങ്ങൾ എന്ത് മനുഷ്യനാണ് ഹേ? സ്വന്തം കുഞ്ഞ് തീയിൽപ്പെട്ട് മരിച്ചു കിടക്കുന്ന കണ്ടിട്ട് നിങ്ങൾക്ക് യാതൊരുവിധ സങ്കടവും തോന്നുന്നില്ലേ? സ്വന്തം കുഞ്ഞിന്റെ മരണം മുന്നിൽ കണ്ടിട്ട് പോലും ഒരു വികാര പ്രകടനവും ഇല്ലാതെ സുഖമായി ഭക്ഷണം കഴിക്കുന്ന ഇങ്ങനത്തെ ഒരാളുടെ വീട്ടില് എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, എന്റെ മനസ്സ് അതിനെ അനുവദിക്കുന്നില്ല. മധുസൂദനൻ വളരെ ദേഷ്യത്തോടുകൂടിയാണ് സംസാരിച്ചത്. അത്രയുള്ള കാര്യം, അതിന് ഞാനിപ്പോ വഴിയുണ്ടാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ ഭക്ഷണം അവസാനിപ്പിച്ച് ആ ഗൃഹനാഥൻ എഴുന്നേറ്റ് പോയി കൈ കഴുകി. അപ്പുറത്തെ മുറിയിൽ പോയി ഒരു ഗ്രന്ഥവും ഒരു പാത്രത്തില് വെള്ളം എടുത്തുകൊണ്ട് വന്നു. ആ ഗ്രന്ഥം നോക്കി മന്ത്രം ഉരുവിട്ടുകൊണ്ട് ആ പാത്രത്തിൽ നിന്നുള്ള വെള്ളം എടുത്ത് മരിച്ചു കിടക്കുന്ന കുഞ്ഞിന്റെ ദേഹത്ത് തളിച്ചു. ഒരു 2 നിമിഷം കഴിഞ്ഞില്ല, ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന പോലെ ആ ബാലൻ എഴുന്നേറ്റ് വന്നു. എന്നിട്ട് അമ്മയും അച്ഛനെ നോക്കി ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് കളിക്കാൻ ഓടിപ്പോയി. ഇത് കണ്ട മധുസൂദനൻ ആകെ അന്തം വിട്ട് നിൽക്കുകയാണ്. ആ അമ്മയുടെ കരച്ചിലൊക്കെ അടങ്ങി അവരും സന്തോഷത്തോടുകൂടി ആ മകനെ കെട്ടിപ്പിടിച്ച് ഉമ്മയും വെച്ചു. എന്താണ് സംഭവിച്ചത്? മധുസൂദനൻ ചോദിച്ചു. അപ്പം ആ ഗൃഹനാഥൻ പറഞ്ഞു, ഇത് സഞ്ജീവനി മന്ത്രമാണ്. ഈ മന്ത്രം ജപിച്ച് ജലം തളിച്ചു കഴിഞ്ഞാൽ മരിച്ചവരെ ജീവിപ്പിക്കാൻ കഴിയും. അന്ന് രാത്രി അവിടെ തന്നെ തങ്ങാം എന്ന് മധുസൂദനൻ തീരുമാനിച്ചു. രാത്രിയിലെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഈ സഞ്ജീവനി മന്ത്രത്തിന്റെ പ്രത്യേകതകളെ കുറിച്ചൊക്കെ അല്പം സംസാരിച്ചതിന് ശേഷം എല്ലാവരും ഉറങ്ങാൻ കിടന്നു. പക്ഷെ മധുസൂദനന് ഉറക്കം വന്നില്ല. അയാള് തന്റെ പായയിൽ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് ആലോചിക്കുകയായിരുന്നു. ആ മന്ത്രം, ആ പുസ്തകവും ആ ജലവും കൈക്കലാക്കി കഴിഞ്ഞാൽ മരിച്ചുപോയ തന്റെ പ്രേയസീനെയും പുനരുജ്ജീവിപ്പിക്കാൻ കഴിയില്ലേ? അങ്ങനെയാണെങ്കിൽ തനിക്ക് അവളെ സ്വന്തമാക്കാലോ. ഈ വിചാരത്തോടു കൂടി അയാൾ ഉണർന്നു നിന്നിരുന്നു. ആ ഗൃഹനാഥനും എല്ലാവരും ഉറക്കായിന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ആള് ശബ്ദം കൽപ്പിക്കാതെ ആ മുറിയിലേക്ക് കടന്നു ചെന്ന് അവിടെ ഉണ്ടായിരുന്ന ആ സഞ്ജീവനി മന്ത്രം അടങ്ങിയ പുസ്തകവും ആ പാത്രവുമായി
ഒരാളും അറിയാതെ വീട്ടിൽ നിന്ന് പുറത്തു വന്നു. അല്പ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മധുസൂദനൻ ആ ശ്മശാന ഭൂവിലേക്ക് എത്തി. ഏതാണ്ട് ഇതേ സമയത്ത് തന്നെ ആ ബ്രാഹ്മണ യുവതിയുടെ അസ്ഥികളുമായി തീർത്ഥാടനത്തിന് പോയിരുന്ന വിക്രമൻ എന്ന ബ്രാഹ്മണ യുവാവും ആ ശ്മശാന ഭൂവിലേക്ക് എത്തി. അവിടെ വാമനൻ എന്ന യുവാവ് കുടില് കെട്ടി താമസിക്കുന്നുണ്ടല്ലോ. മറ്റു രണ്ടുപേരെയും കണ്ട വാമനൻ അവരെ സന്തോഷത്തോടെ തന്റെ കുടിലിലേക്ക് സ്വീകരിച്ചു. കുശല പ്രശ്നങ്ങൾക്കും മറ്റ് സുഖാന്വേഷണങ്ങൾക്കും ശേഷം വാമനൻ ഓരോരുത്തരോടും ചോദിച്ചു, എന്തൊക്കെയാണ് ഉണ്ടായത്? നിങ്ങളുടെ യാത്രകളൊക്കെ സഫലമായോ? വിക്രമൻ പറഞ്ഞു, ഞാൻ നമ്മുടെ ആ യുവതിയുടെ അസ്ഥികളുമായി എല്ലാ തീർത്ഥാടന സ്ഥലങ്ങളിലും പോയി മുങ്ങിക്കുളിച്ച് സകല പാപത്തിനും പ്രായശ്ചിത്തം ചെയ്തുകൊണ്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. മധുസൂദനൻ പറഞ്ഞു, ഇതിനേക്കാൾ എല്ലാം വിശേഷപ്പെട്ടൊരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. മരിച്ചുപോയവരെ പുനരുജ്ജീവിപ്പിക്കാനുള്ള സഞ്ജീവനി മന്ത്രം കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ പ്രിയപ്പെട്ട ബ്രാഹ്മണ കന്യകയെ നമുക്ക് പുനരുജ്ജീവിപ്പിച്ചൂടെ? തീർച്ചയായും. നിങ്ങളൊരു കാര്യം ചെയ്യൂ, അവളുടെ ചിതാഭസ്മവും അസ്ഥികളും വീണ്ടും പഴയ അവളെ ദഹിപ്പിച്ച ആ സ്ഥലത്ത് തന്നെ നിരത്തി വയ്ക്കാൻ പറഞ്ഞു. ഒട്ടും താമസിച്ചില്ല, വാമനൻ തന്റെ കുടിലിനകത്ത് നിന്നും ആ ചിതാഭസ്മം അടങ്ങിയ കുടം പുറത്തേക്ക് എടുത്തുകൊണ്ട് വന്നു. അത് ആ ബ്രാഹ്മണ കന്യകയുടെ ചിതയില് വീണ്ടും ചൊരിഞ്ഞിട്ടു. വിക്രമൻ തന്റെ കയ്യിലുണ്ടായിരുന്ന അസ്ഥികള് ആ ചിതാഭസ്മത്തിന്റെ മുകളിൽ പരത്തി വെച്ചു. മധുസൂദനൻ തന്റെ കയ്യിലിരുന്ന ഗ്രന്ഥം നോക്കി ആ സഞ്ജീവനി മന്ത്രം ജപിച്ചുകൊണ്ട് പാത്രത്തിൽ നിന്നുള്ള ജലം ആ ചിതയിൽ അപ്പാടെ തളിച്ചു. അല്പനിമിഷങ്ങൾ കഴിഞ്ഞപ്പോ ആ ചിതയ്ക്കൊരു അനക്കം വെച്ച പോലെ തോന്നി. അസ്ഥികളൊക്കെ വീണ്ടും പഴയ സ്ഥാനങ്ങളിലേക്ക് കൂടിച്ചേരാൻ ശ്രമിക്കുന്നത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാൻ തുടങ്ങി. എന്തിനേറെ പറയുന്നു, അല്പനിമിഷങ്ങൾക്കുള്ളിൽ ഉറക്കത്തിൽ നിന്ന് ഉണർന്നു വരുന്ന പോലെ ആ ബ്രാഹ്മണ കന്യക ആ തന്റെ ചിതയിൽ നിന്ന് ഉണർന്ന് എഴുന്നേറ്റ് വന്നു. അത്ഭുത പരതന്ത്രരായ യുവാക്കൾ ആകെ ആഹ്ലാദത്തോടുകൂടി അവളെ നോക്കി. തങ്ങളുടെ പ്രവൃത്തിയിലുള്ള അഭിമാനത്തോടുകൂടി അവർ പരസ്പരം ആശ്ലേഷിച്ചു. പക്ഷേ അവരുടെ സന്തോഷവും ആഹ്ലാദവും ഒന്നും അധിക നേരം നീണ്ടു നിന്നില്ല. 3 പേരും വീണ്ടും പഴയ വാഗ്വാദത്തിൽ ഏർപ്പെട്ടു. വിക്രമൻ പറഞ്ഞു, അവളുടെ അസ്ഥി സൂക്ഷിച്ചുകൊണ്ടാണ് ഇപ്പോ അവളെ പുനരുജ്ജീവിപ്പിക്കാനായത്. അതുകൊണ്ട് അവളുടെ ഭർത്താവാകാൻ യോഗ്യൻ ഞാനാണ്. വാമനൻ പറഞ്ഞു, ഞാൻ ആ ചിതാഭസ്മം സൂക്ഷിച്ചു വെച്ചോണ്ടല്ലേ നിങ്ങൾക്കത് സാധിച്ചത്. അതുകൊണ്ട് അവളുടെ പാണ്യഗ്രഹണം നടത്താൻ ഏറ്റവും യോഗ്യനായ ആള് ഞാനാണ്. മധുസൂദനൻ പറഞ്ഞു, അത് കൊള്ളാം. ആ സഞ്ജീവനി മന്ത്രം പഠിച്ചുകൊണ്ട് വന്ന് ഇവളെ പുനരുജ്ജീവിപ്പിച്ചിട്ടായിരുന്നെങ്കിൽ ഇതൊന്നും നടക്കില്ലായിരുന്നല്ലോ. അതുകൊണ്ട് ഞാനാണ് ഏറ്റവും യോഗ്യൻ. വീണ്ടും തർക്കമായി, വഴക്കായി, വീണ്ടും യുദ്ധക്കളം പോലെ ആ ശ്മശാന ഭൂമി മാറി. അവരുടെ വാക്ക് തർക്കം തീർന്നതേയില്ല. ഈ കഥ ഇത്രയും പറഞ്ഞു നിർത്തിക്കൊണ്ട് വേതാളം വിക്രമാദിത്യനോട് ചോദിച്ചു, അല്ലയോ രാജൻ, ഈ കഥയിലെ മധുമാവതി എന്ന ആ ബ്രാഹ്മണ കന്യകയെ വിവാഹം ചെയ്യാൻ ഏറ്റവും യോഗ്യനായ ബ്രാഹ്മണ യുവാവ് ആരാണ്? വിക്രമനോ, വാമനനോ, അതോ മധുസൂദനനോ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? വിക്രമാദിത്യന്റെ ഈ കഥയിലെ ഈ ചോദ്യത്തിന് നിങ്ങൾക്ക് ഉത്തരം നൽകാൻ കഴിയുമോ? ഒന്ന് ശ്രമിച്ചു നോക്കൂ. ഈ കഥ കേട്ടതിന് ശേഷം ഇതിന്റെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന ഉത്തരം എഴുതി അറിയിക്കുക. വിക്രമാദിത്യ രാജാവിന്റെ അത്രയും ഇല്ലെങ്കിലും നിങ്ങൾക്കും ഇത് കേൾക്കുന്ന എല്ലാവർക്കും ആവശ്യത്തിന് ബുദ്ധി സാമർഥ്യമൊക്കെ ഉണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. നമുക്ക് കഥ കേൾക്കുന്നത് മാത്രമല്ല, അത് കുറച്ചും കൂടി ആകർഷകമാക്കാൻ ഇങ്ങനെ ഒരു പ്രശ്നോത്തരി കൂടി ആരംഭിക്കാം. ഈ കഥയുടെ വേതാളത്തിന്റെ ചോദ്യത്തിന് നിങ്ങളിൽ നിന്നും യഥാർത്ഥത്തിലുള്ള കൃത്യമായ ഉത്തരം പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തട്ടെ. നമസ്കാരം. ശരിയായ ഉത്തരം അടുത്ത ഭാഗത്തിൽ പറയാം.